സമാനതകളില്ലാത്ത ദുരന്തം അത് വിതയ്ക്കപ്പെട്ട വയനാടിൻ്റെ മണ്ണിൽ രക്ഷാപ്രവർത്തനവുമായി നായകൻ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. വയനാടിൻ്റെ ജനപ്രിയ നായകനായ രാഹുൽ ഗാന്ധി എത്തിയതോടുകൂടി ജനങ്ങൾ ആവേശഭരിതരായിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. ഇതിനോടകം തന്നെ വലിയ തോതിൽ രക്ഷാപ്രവർത്തനങ്ങൾ നടക്കുകയായിരുന്നു പല കോണിൽ. അതിൽ ഒരു രീതിയിലും രാഷ്ട്രീയമില്ല, ഒരു രീതിയിലും മറ്റ് ഒരു രീതിയിലുള്ള മാനദണ്ഡവും ഇല്ലാതെ അതിശക്തമായിട്ട് എല്ലാ ജില്ലകളിൽ നിന്നും വയനാട്ടിലേക്ക് ആവശ്യമായ സാധനങ്ങൾ, സാമഗ്രികൾ എല്ലാം തന്നെ എത്തിച്ചു കൊടുക്കുന്ന ഒരു സാഹചര്യമാണ്. അതിനകത്ത് ഏതെങ്കിലും വിധത്തിൽ രാഷ്ട്രീയം കലർത്താൻ ഒരാളെയും അനുവദിക്കാതെ മലയാളികൾ അവർ ഊണുമുറക്കവും കളഞ്ഞ് സദാ ജാഗരൂകരായി വയനാടുകാരോടൊപ്പം നിൽക്കുന്ന ഒരു കാഴ്ച. പ്രളയത്തിൽ മരണം ഇതുവരെ 162 ഉയർന്നു കഴിഞ്ഞിരിക്കുകയാണ്. അതിൽ തന്നെ 143 പേരുടെ പോസ്റ്റ്മോർട്ടം നിലവിൽ കഴിഞ്ഞിരിക്കുന്നു എന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. വയനാടിന് കരുത്തും താങ്ങുമായി പ്രിയങ്കയും രാഹുലും എത്തുമ്പോൾ ജനങ്ങൾക്ക് അവരുടെ ദുരിതത്തിൻ്റെ ആഴവും വ്യാപ്തിയും എന്തുമാത്രമെന്ന് നേരിൽ പറയേണ്ട ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. അതേസമയം രാഹുൽ ആദ്യമായി ചെയ്തത് മറ്റ് പല പ്രവർത്തനങ്ങളുമായിരുന്നു. ഈ രക്ഷാപ്രവർത്തനങ്ങൾ ത്വരിതപ്പെടുത്തുകയും മണ്ണിനടിയിലേക്ക് ആണ്ടുപോയി എന്ന് കരുതുന്നവരെ എല്ലാം തന്നെ ശക്തമായി അവരെ തിരികെ കൊണ്ടുവരാൻ വേണ്ടിയുള്ള രക്ഷാ നടപടികൾ സൈന്യത്തിൻ്റെ ഭാഗത്തു നിന്നും പോലീസിൻ്റെ ഭാഗത്തു നിന്നും വേണ്ടി വന്നാൽ പ്രവർത്തകരെ ഏകോപിപ്പിച്ചുകൊണ്ടും ഒക്കെ ചെയ്യാൻ വേണ്ടിയാണ് രാഹുൽ ഗാന്ധി തയ്യാറെടുത്തത്. ആദ്യം തന്നെ ഇന്നലെ പാർലമെൻറ്റിൽ ഈ സംഭവ വികാസത്തെക്കുറിച്ച് കൃത്യമായി തന്നെ പറഞ്ഞിരുന്നു. അതിനു മുമ്പായി തന്നെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗുമായി സംഭാഷണം നടത്തി ഈ കാര്യങ്ങളിൽ എല്ലാ വിധത്തിലുള്ള സഹായവും, ധനസഹായം മാത്രമല്ല അവിടെ നിന്നും എല്ലാ വകുപ്പുകളുടെയും ഏകോപനം വേണം എന്ന് കൃത്യമായി അദ്ദേഹത്തിൽ നിന്നും ഉറപ്പ് ചോദിച്ചു വാങ്ങി. പ്രധാനമന്ത്രിയിൽ നിന്നും രാഹുൽ ഗാന്ധി നേരിട്ട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വിശദീകരിച്ചുകൊണ്ട് എല്ലാ സഹായങ്ങളും വേണ്ട ഒരു സാഹചര്യമാണ്. ഇതിനകത്ത് രാഷ്ട്രീയം കളിക്കരുത് എന്ന് ഉറപ്പിച്ചുകൊണ്ടുള്ള ഒരു നീക്കമായിരുന്നു രാഹുൽ ഗാന്ധി നടത്തിയത്. രാഹുൽ ഗാന്ധി വയനാട്ടിലേക്ക് എത്തുമ്പോൾ ജനങ്ങൾക്ക് പറയാനുള്ളത് ഒന്നേ ഉള്ളൂ: ഞങ്ങളുടെ വീടും കുടുംബവും എല്ലാം ഒലിച്ചു പോകുന്ന സാഹചര്യമാണ്. പ്രത്യേകിച്ചും ചൂരൽമലയിലും അതുപോലെ തന്നെ മുണ്ടക്കൈയിലുമുള്ള ഗ്രാമമേഖലകളെല്ലാം തന്നെ ഒലിച്ചുപോയി. ലയങ്ങൾ പൂർണ്ണമായും തകർന്നു, വീടുകൾ പൂർണ്ണമായും തകർന്നു. ആശ്വസിക്കാൻ ഒന്നും തന്നെയില്ല. പക്ഷേ അവരുടെ ജനപ്രിയ നേതാവ് അവിടെ എത്തി ഏകോപന നടപടികൾ നേരിട്ട് നടത്തുമ്പോൾ തീർച്ചയായും പ്രതീക്ഷയോടെ ഇരിക്കുകയാണ്. ദുരന്തക്കയത്തിൽ മരണസംഖ്യ കുറയുന്ന സാഹചര്യത്തിലേക്ക് എത്തിയത് പോലും രാപ്പകലില്ലാതെയുള്ള രക്ഷാദൗത്യത്തിൻ്റെ ശ്രമം തന്നെയായിരുന്നു എന്നുള്ളതിൽ ഒരു സംശയവുമില്ല.